എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ വാതില് പൂട്ടിയേക്കാണ്. ഇമ്മ ചിരിച്ചനുണ്ട്. അതിന് ഇപ്പ എവിടെ എത്തിയെന്ന് ചോദിച്ചു വിളിച്ചിരിച്ച് അങ്ങനെ പടക്കം പൊട്ടിയാ ബലൂണ് പൊട്ടിയല്ലോ പോലെ എന്തോ സർപ്രൈസ് അറിയിക്കണേ. ബലൂണ് പൊട്ടി. അദീവിന്റെ ബർത്തി പങ്ങോട്ടിന്റെ ബർത്തിനൊക്കെയാണ്. തുറക്കണേ തുറക്കണേ. മുഖം കൂട് വീട്ടിൽ പോട്ടാ. ടാറ്റാ. പപ്പക്ക് ടാറ്റ കൊടുത്താ. ബൈ ബൈ ബൈ. ഓക്കെ ശരി. ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡ്രീം വൈബ്സ്. അപ്പോൾ കല്യാണവും കളിയാട്ടും എല്ലാം കഴിഞ്ഞ് ഇതാകണ്. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഗൾഫിലല്ലോ, മലപ്പുറത്ത് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് ഇമ്മീറ്റൊക്കെ വന്നിരുന്നു. എല്ലാവരും വന്നിരുന്നു. റാഫിൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അതായത് ഷെബുവിൻ്റെ കസിൻ സിസ്റ്റർ കേട്ടോ. പിന്നെ ചെക്കൻ എന്ന് പറയുന്നത് ഷെബുവിൻ്റെ ഉപ്പാൻ്റെ സിസ്റ്റർ മോനു അല്ലേ. അപ്പോൾ അതിൽ കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ അല്ല ഷെബു? അടിച്ചു പൊളിച്ചു പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം അല്ലേ എല്ലാം അടിച്ചു പൊളിച്ചു. എല്ലാവർക്കും ഇപ്പോൾ പനിച്ചു. കാരണം വന്നന്ന് മുതൽ മഴയാണ്. മഴച്ചാറ്റിൽ കൊള്ളുകയാണ് എല്ലാവരും. നല്ല പനിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അജോ ഇവിടെ അല്ലേ? ഓണല്ലേ? ഓണാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറ്റിനെത്തുമെന്ന് പറഞ്ഞത് എനിക്ക് ചായക്ക് എത്തുള്ളൂ വീട്ടിൽ എന്തായാലും ഉച്ചരിയാകുമ്പോഴേക്കിന്. കാരണം ഞങ്ങൾ 12 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മിയാമിയിൽ പോണ വഴിക്ക് എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ മിയാമിയിൽ കയറണം. അവിടെ നല്ല പെരി അൽഫാമ് മന്തി കിട്ടും, ബീഫും കിട്ടും. അത് കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാനും. ഷെബുരൊക്കെ ജലദോഷം പിടിച്ച് മാക്സിമം എല്ലാവരും ടയർഡായി കിട്ടും. കാരണം 4 ദിവസം ഉറക്കമല്ല. ഇന്നലെ വന്ന് കടന്നിരിക്കുന്നത് നമ്മൾ 3 മണിക്കൊക്കെയാണ്. കാരണം ചെക്കന് പണിന് മണിയറേക്ക് കയറ്റി ഒക്കെ ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇനി ഏതായാലും പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമാണ് അല്ലേ. ആണോ ഒരുത്തം ഇവിടെ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്നാ എൻ്റെ ബലൂണ് കൊഞ്ചപ്പം മുന്നിലിരിക്കണത്. അപ്പോൾ ഓക്കെ നമ്മൾ ബീച്ച് റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് നോക്കച്ച് കടല് നമ്മള് അങ്ങനെ ബീച്ച് റോഡാ. അത് അങ്ങനെ ചാവക്കാട് ബീച്ച് അല്ലേ. കടല് കയറി കിടക്കണ നോക്കി ഷെബോ. കടല് കയറി കിടക്കണ നോക്കണി. ഇവിടെ വരെ എത്തി. കടലാണ് ഈ കാണുന്നത് നേരെ തൊട്ടടുത്ത്. കണ്ട ഇതൊരു വീട് പൊളിഞ്ഞു പോയതാട്ടോ. കടലും ഉണ്ടായതാ. നോക്കാം ഈ വീട്ടിലൊക്കെ താമസം മാറിയില്ലേ. ആടി ഇതൊക്കെ ഇവിടെ കടലൊന്നും കിടക്കണോ ജി. കടലാണ് കാണുന്നത്. എന്താ കടല് യോ. ഇതിപ്പോ മഴ കൂടി പെയ്തോണ്ട് സ്ട്രോങ് ആണ്. ബാക്കിൽ കണ്ടങ്ങള് ഫുള്ള് ലോഡ് സാധനങ്ങളാട്ടോ. ഞങ്ങള് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളും നമ്മളെ ഡ്രസ്സ് ഫുള്ളാണ്. ഒക്കെ ഫുള്ള് ലോഡിൽ. അതിട്ടാ കൊറേ ഡ്രസ്സൊക്കെ വീട്ടിലാണ്. കൊണ്ടുവരാനും പറ്റില്ല. വണ്ടിയിൽ സ്ഥലമില്ല. ഫുള്ള് ലോഡാണ് വണ്ടിയിൽ ഫുള്ള്. അതിട്ടാ അതൊരു ഉറക്കം വന്നിക്കണടി. ഉറക്കിക്കോ. ഓൻ്റെ അമ്മമാരത്തേക്ക് പോകണ അച്ചൂരത്തേക്ക് പോവാണേ. അങ്ങനെ നമ്മളിതാ പെരിന്തൽമണ്ണ എത്തി. ഷിബു നമ്മളെ മസാലി, നമ്മളെ ചില്ലീസ്, നമ്മളെ മോസി എല്ലാ റാഫിക്ക് മോസിയിൽ കയറുമ്പോ ജോ വന്നിട്ട് കയറിയില്ല ഇപ്പൊ. ഷുഗർ ഡേറ്റ് ആഷിന്റെ കല്യാണത്തിന് ഡ്രസ്സൊക്കെ ഇവിടെ നടത്തിന കേട്ടോ പെരിന്തൽമണ്ണ വന്നിട്ട്. അപ്പോൾ ഇതാ ഞാനിൻ്റെ കുട്ടിയൊക്കെ മേലാറ്റൂർ എത്തിട്ടോ. മേലാറ്റൂർ നമ്മളെ അമീത് ഡോക്ടറെ വീട്ടിലാണ്. കാരണം ഇവനൊക്കെ പനിയുണ്ട്, ആദൂനുണ്ട്, ഷെബുവിനൊക്കെ തൊണ്ടവേദന. കാരണം കല്യാണത്തിന് 4-5 ദിവസമായിട്ട് ഉറക്കവും കറക്റ്റല്ല. പിന്നെ ഫുള്ള് മഴൻ്റെ ചാറ്റിൽ കൊണ്ടിട്ട്. കാരണം തറവാട്ടിക്ക് പോകും, മണ്ഡപത്തേക്ക് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും കൊണ്ടിട്ട് ഫുള്ള് കുട്ടികൾക്കൊക്കെ പനിയാണ്. അപ്പോൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത്. ഞങ്ങൾ ഇപ്പോഴും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. 3:30 മണിയായി. ഇനി ഇവിടുന്ന് ഇവലെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം വീട്ടിൽ പോയിട്ട്. അത് വീട്ടിലല്ല പോണ വയ്ക്കുക നമ്മളെ മിയാമിയിൽ കയറി വേണം ഫുഡ് കഴിക്കാൻ. ഇല്ല കണ്ടവരൊക്കെ മുഖം കണ്ടോ ഒക്കെ ടയേർഡാ. അവിടുന്ന് ഗൾഫിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ കാലാവസ്ഥ മാറിയിട്ട് അങ്ങനെ ബെയിലൂണ് പപ്പം എടുത്തരാം. അപ്പം ഇനി അതിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ചുട്ടേ ഒറ്റ പോപ്പിൻ്റെ പൊണ്ടാട്ടിയാണ്.
കുറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ മിയാമിയിലെത്തി അല്ലേ ഷെബു? ഷെബുനൊക്കെ പനിയാണ്. ഷെബുവിന് ഒരു ലോഡ് മരുന്ന് കൊടുത്തിക്കണ് ഇപ്പൊ കുടിച്ചാൽ വേണ്ടിയിട്ട്. നടക്ക്. ഇല്ലുമിനാറ്റി ആവേശത്ത് ഇല്ലുമിനാറ്റി പാട്ടുകാരി. ഓ തീർച്ചയായും ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി. അത് പൊലി വയ്ക്കട. പൊലി വേണം റാഫി. ആ പൊലി പെരി പെരി അൽഫാമും മന്തി റൈസും ബീഫ് അൽഫാമും. ഷെബുക്കെ കുറെ ഒരുപാട് ഷെബു മിസ് ചെയ്തില്ല ജി മിയാമിയായത്തെ മന്തി. ഷെബുനൊക്കെ കഫ ജലദോഷമാണ്. എടുക്കി കഴിക്കി ഷെബു എനിക്ക് കിട്ടടി. കൊച്ചെത്തി കൊച്ചി. നമ്മളെ നാടാണ്. ഒലിപ്പുഴ ഒലിപ്പുഴ. ഇവിടേക്ക് എത്തി 4:41 അല്ല 4:11. വണ്ടിയിലെത്തിവിടാ. പുതിയ ബിൽഡിങ്ങളൊക്കെ വന്നില്ലേ? വാ. ഓക്കെ. ഓ എളാപ്പുണ്ടോ? എളാപ്പുണ്ടാവാൻ സാധ്യതയില്ല. കോട്ടെ. ഓ എളാപ്പൻ്റെ വീടാണ്. എളാപ്പല്ല. നമ്മള് പോവാ. നമ്മളെ വീട്ടിൽ പോവാണ്. ഹായ്. ആരെ വീടാണ്? അതിമോനെ എവിടെ എത്തി? നമ്മളെവിടെ എത്തി? വീട്ടിലെത്തിയില്ലേ? നമ്മളെ വീട്ടിൽ എത്തിയില്ലേ? ഗേറ്റ് ഒക്കെ തുറന്നു വെച്ചേക്കും. അങ്ങനെ മണ്ടന് വണ്ടി കൊണ്ടേ കാണി അങ്ങനെ ചാടി ഇറങ്ങി എടുത്തോ. ഒരു പടക്കത്തിനാണ്. പടക്കണ്ട മുന്നിൽ. എന്നാ തരാ എന്നാ ഇഞ്ചാ പൊന്നെ. ഇതാ ഞാൻ എന്റെ രാജിക്കത്ത് എഴുതി തന്നിരിക്കുന്നു. കൗത്ത് കൗത്താണ്. രാജിക്കത്ത് ചുട്ടേ. എവിടെ പീറ്റു? അലിമുജിയോ പോയോ? വീട്ടിലെത്തി. വീട്ടില് ഇഞ്ച മാല. വണ്ടിന്റെ ബാക്ക് നോക്കിമ്പോ അങ്ങോട്ട് നോക്കി. പുള്ളിന്റെ ഷൂസാളാ കിടക്കണ പോയോ? നമ്മളെ ലോഡ് ഇറക്കാൻ നിക്ക്. ഞങ്ങൾ രണ്ടാളി കൊടുന്നിക്കണേ ലോഡ് ഇറക്കാനാണ്. എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ വാതില് പൂട്ടിയേക്കാണ്. ഇമ്മ ചിരിച്ചനുണ്ട്. അതിന് ഇബിയ എവിടെ എത്തിന്ന് ചോദിച്ചു വിളിച്ചിനടിച്ച്. ആ എടി ഇബി എവിടെ എത്തി ചോദിച്ചു വിളിച്ചീനേ. എനക്ക് കൗത്ത് കുറച്ചോ. ആ ഈ പിച്ച് വിളിച്ചിനേ എവിടെ എത്തി ചോദിച്ചിട്ടേ. ആ സർപ്രൈസ് ഒരുക്കിക്കണ. നിക്ക് വെറുതെ ഒന്നല്ല. മിയാമീന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ ചേച്ചി വരിക? അല്ലല്ല പടക്കം തന്നെയാണ്. അത് കുഴപ്പമില്ല. ആ മരുന്ന് ഞങ്ങള് അങ്ങനെ പടക്കം പൊട്ടിയ ബലൂണ് പൊട്ടിയല്ലോ പോലെ എന്തോ സർപ്രൈസ് ഒരുക്കണ്. ബലൂണ് പൊട്ടി. അദീമിന്റെ ബർത്തി പങ്കാളിന്റെ ബർത്തിനൊക്കെയാണ്. തുറക്കണേ birthday to you.
ഫുൾ ടീം കോസ്റ്റ്യൂം. പപ്പന്റെ പൂമ്പത്തിക്കുട്ട പപ്പന്റെ അണ്ണന് പരിക്കെടുക്കും പരിക്ക്. അല്ലാ നോക്ക് എടി എടി എടി. അല്ല ഇത് ആദമിന് ബർത്ത്ഡേ സാധനമാണല്ലേടി. അന്ന് മുതല് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരിക്കണേ ഈ ഹാപ്പി ബർത്ത്ഡേ. നമ്മൾ ആദ്യം ബർത്ത്ഡേ സാധനങ്ങളാണ്. അപ്പൊ കുട്ടി ഹാപ്പി ബർത്ത്ഡേ. ആ കുപ്പായങ്ങളൊക്കെ ഒക്കെടി ഒക്കെ വൈറ്റ് വൈറ്റ് കോസ്റ്റ്യൂം. ഇഞ്ച പൊന്നു വൈറ്റ്. ഇമ്മ ചിരിച്ചു തുടങ്ങിക്കണേ. ആ ഇമ്മ ചിരിച്ചു തുടങ്ങിക്കണേ. അതിലിച്ച് കണക്ട് ആയി ഇവൾ എവിടെ എത്തിന്ന് ചോദിച്ചിട്ട്. ഹാപ്പി ബർത്ത്ഡേ അദീം. ഹാപ്പി ബർത്ത്ഡേ അബി അസീം. അതെ അബി അസീം. ഇതാ അസീന്റെയും അബിന്റെയും ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. എടാ മസിനെ കൂടി ഊട്ടി നമ്മൾ ലക്ഷ്യം അതാണ് കേട്ടോ. എന്നാ ഇരുന്ന് വെട്ടിക്കോ. ഓട്ടം തന്നെ അല്ലേനോ. വെട്ടിക്കോ 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 വെട്ടി. ഉണ്ണിപ്പേമ്മ ഉണ്ണിപ്പേ ഉറങ്ങ ഉറങ്ങ. ആ ഉറങ്ങ. ഇപ്പൊ ഫുഡ് കഴിച്ച് ഉറങ്ങ. സ്വഭാവം വളരെ മോശമാണ്. അദീമോന്റെ ബർത്ത്ഡേ കേട്ടോ. ഒരു വേഷാവാണ് ആൾറെഡി. ബർത്ത്ഡേക്കാരൻ കേക്ക് മുറിച്ച് മാന്തി. അപ്പൊ ഇങ്ങനെ മാന്തല് കഴിഞ്ഞ് കൊടുത്തല്ലേ. ആ അപ്പൊ ഞാൻ കേക്ക് മുറിച്ച് എല്ലാരും പറയാ. അല്ല പിന്നെ കേക്ക് മുറിച്ചണ്ടേ. അല്ല കേക്ക് മുറിച്ചണ്ടേ പിന്നെ. അല്ല കേക്ക് മുറിച്ചാൻ കിട്ടണ്ട പോലെ. രണ്ട് ബർത്ത്ഡേ ബോയ്സ്. ഇപ്പൊ രണ്ടൊരു ദിവസല്ലേ. ഇവര് രണ്ടാളും ഒരു ദിവസം കേട്ടോ. ഇതാ കുട്ടികളാ. പിന്നെ ഞാൻ രണ്ടട്ടം മുറിച്ചപ്പോൾ നിങ്ങൾ അയച്ചില്ല. എന്റെ കുട്ടി രണ്ടട്ടം മുറിച്ച്. ആ ചെവ് മുറിച്ച്. ചെവ് നിക്ക്. എനിക്ക് പെണ്ണ കുഞ്ഞു പെണ്ണ. ആക്ക് ഓനെ കേക്ക് മുറിച്ചാൻ പെടാപ്പെടുന്ന പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ ഡിയർ മക്കൾസ്. നീ വിട്ടളി മോനെ വിട്ടളി മോനെ വിട്ടളി മോനെ പാട്ടിന് വിട്ടളി. ആ ഞാബി ഞാബി അബിയാസി അബിയാസി അബിയാസി. ആ കുറിച്ച് എടി പൂച്ചള പിന്നെ. അബിയാസി അബിയാസി കുറിച്ച്. ആ ഈ കുട്ടി. ആ അടിപൊളി. കഴിഞ്ഞ ഇനി കേക്ക് മുറിച്ച് കൊടുത്താണ്. ഇവളെന്ത് ചിച്ചി ചിച്ചിന്റെ പൊന്നും കഥയാണ്. ഞാന് പരിപാടി ഉണ്ടിച്ച്. ബർത്ത്ഡേക്കാരന് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കണ്ടോ പോലെ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഓന്. ഫുൾ കൈ അടി. ആ ക്യാപ്പ്. ഓ ഓടി മറ്റേ ഇല്ല. നല്ല രസം ഉണ്ടാവും. ഫ്രീക്കാവും. അതല്ല ഈ ബെൽറ്റും ഇത് തൊപ്പി വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ബർത്ത്ഡേക്കാരൻ പോയിക്കണ നോക്കി. ആ പോയിക്കണം ബർത്ത്ഡേക്കാരൻ ആക്കണേ. പന്തോണ പോണേ ഇവിടെ ഇഷ്ടംപോ. അതിന് ഫോണ് പപ്പ തരാ ലാസ്റ്റ് ആണ്. ബർത്ത്ഡേക്കാരനാ പോയിക്കണോ. ഞങ്ങളെ ലഗേജ് കൂടെ ഇറക്കിക്കണ നോക്കി.
അല്ല ഇതിലാറില്ല ഇതൊക്കെ ഞാൻ ഒതുങ്ങ ഒരാഴ്ചക്ക് വന്നത് ഇതിലാറുണ്ടോ അവന്റെ ഇല്ല ഞങ്ങള് ഒരാഴ്ചക്ക് വന്നിട്ട് ഇതിലാറുണ്ട് അതിനോളലേക്ക് വെച്ച്